ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. സുഖമാണോ അതോ സുഖമല്ലയോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കൊളസ്ട്രോള് പൂർണ്ണമായിട്ടും വിട്ടുമാറുവാൻ, അതായത് കൊളസ്ട്രോള് എത്ര ഹൈ ആയിരുന്നത് ടപ്പനെ കുറയുവാൻ ഒരു ഒറ്റമൂലി. അപ്പോൾ ഇത് നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെയാണ് ഈ ഒരു ഒറ്റമൂലി കഴിക്കേണ്ടത്. നിങ്ങളത് ഒറ്റ തവണ കഴിക്കുമ്പോൾ തന്നെ കൊളസ്ട്രോള് നല്ല രീതിക്ക് ഡൗൺ ആവും, കുറയും. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൺട്രോൾഡായിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കുറയണം. അപ്പം നമ്മൾ അതിനൊരു മരുന്ന് കഴിക്കുക. ഓക്കെ. അപ്പോൾ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നാണ്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ ധാരാളം കുടിക്കുക. ഒരു 3 ലിറ്ററോളം വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത് എണ്ണവർഗ്ഗങ്ങൾ, വറുത്തത്, പൊരിച്ചത്, പിന്നെ ഹോട്ടൽ ഫുഡ്, പിന്നെ ആ ഉഴുന്ന് വട, പരിപ്പ് വട, ഉള്ളിവട, ഇങ്ങനെ വടകൾ പലതരം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. വടകൾ പലതരം ഉണ്ട്, അത് ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ പലഹാര ഐറ്റംസ് കുറയ്ക്കുക, ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. ഞാൻ ഈ ഹോട്ടൽ ഫുഡ് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം വേണമെന്നില്ല, അവിടെ ഈ ഫുഡിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ധാരാളം എണ്ണ ചേർക്കും. അങ്ങ് വാരി കോരി അങ്ങ് ഒഴിക്കും, കാരണം ടേസ്റ്റ് വരണം ആഹാരത്തിനൊക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഫുഡ് ഏതാണോ അതാണ് നമ്മുടെ ശരീരത്തിന് കേട്. ഞാനും പറഞ്ഞില്ല, എൻ്റെ വൈഫിൻ്റെ ഫാദർ എപ്പോഴും പറയും. ഓക്കെ. അപ്പോൾ ഞാൻ അതങ്ങ് പറയുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ, അത് വായ്ക്ക് രുചിയുള്ള ആഹാരം ശരീരത്തേക്ക് കേട്, മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ കുറച്ച് ദിവസത്തേക്ക് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലഹാരങ്ങൾ, ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. ഓക്കെ. ഹോട്ടലിലായാലും പുതിയ എണ്ണ ഒഴിക്കുന്ന ആൾക്കാരുമുണ്ട്, മാസങ്ങളോളം പഴക്കമുള്ള പഴയ എണ്ണ ഒഴിക്കുന്ന ആൾക്കാരുമുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ ഫുഡ് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് നല്ലത്. ഓക്കെ. അപ്പം ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് മിക്സർ, ചിപ്സ്, ചക്ക വറ്റൽ, മാങ്ങ വറ്റൽ, പിന്നെ അങ്ങനത്തെ കുറേ വറ്റൽസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക, അല്പം ഒന്ന് ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഐസ്ക്രീം ഒന്നും കുടിച്ച് കളയരുത്. ഓക്കെ. അതേപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒത്തിരി ഉണ്ട്, നിങ്ങൾക്കറിയില്ല. ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഓക്കെ. കഴിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ദിവസത്തേക്ക് ഓക്കെ ഒഴിവാക്കുക. അത് ഒന്ന് കുറച്ച് കൊടുക്കുക. അഥവാ നിങ്ങൾ ഇനി കഴിച്ചു കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്ന് ഒഴിവാക്കുക, അല്പം. ഓക്കെ. അല്പം കൺട്രോൾ ചെയ്ത് പോവുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാംസ ആഹാരങ്ങളൊന്ന് ഒഴിവാക്കുക എന്ന് പറയാൻ നിങ്ങളിപ്പോൾ എന്നെ വളരെ പറയും. കാരണം ചില ആൾക്കാരുണ്ട്, എനിക്ക് ഉച്ചയ്ക്ക് ഇത്തിരി ഇറച്ചിയും പറച്ചിയൊന്നും ഇല്ലാതെ തിന്നാൻ പറ്റത്തില്ല, എനിക്ക് ചിക്കനോ ബീഫോ അല്ല മട്ടനോ പോത്തോ ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ നിർബന്ധമുള്ള ഭക്ഷണത്തോട് നിർബന്ധം, എനിക്ക് ഇന്ന ആഹാരം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് നിർബന്ധമുള്ള ആൾക്കാർ കഴിച്ചു കൊടുക്കുക, ലിമിറ്റായിട്ട് കഴിക്കുക, വാരി കോരി കഴിക്കേണ്ട. ചില ആൾക്കാരുണ്ട്, ബീഫ് കണ്ടാലും ഇങ്ങനെ എടുക്കും, കുത്തി അമ്മയ്ക്കെതിരെ കഴിക്കുന്നത്. എങ്ങനെ അവർക്ക് ഉള്ളോട്ട് പോകണം, അതായത് ഉറുമ്പരിക്കാത്ത 10 അത് ഇടണം ഈ ആഹാരത്തിന്. ഇതാണ് ലക്ഷ്യം, മനസ്സിലായില്ലേ?
അപ്പോൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആസ്വദിക്കാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, കുത്തിയാക്കി കഴിക്കും, നേരെ പ്രശ്നമുണ്ടാകും, സൂക്ഷിച്ചു കൊള്ളുക. ഓക്കെ, അപ്പോൾ ഈ മാംസാഹാരങ്ങൾ അല്പം ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക. ഓക്കെ, പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ തന്നെ ഒത്തിരി വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് പേര് അറ്റാക്ക് വന്ന് മരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രക്തക്കുഴലിൻ്റെ അകത്ത് ഈ കൊഴുപ്പ് ചുറ്റും, രക്തക്കുഴലിൻ്റെ ലോലമായിട്ടുള്ള ഞരമ്പുകളാണ് നമ്മളെ ഹാർട്ടിലൊക്കെ ഉള്ളത്. അപ്പം ഇനി ഇതിങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കുറയും, പോകത്തില്ല. അപ്പോൾ പ്രശ്നമാണ് എല്ലാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, സൈലൻ്റ് അറ്റാക്കായിട്ട് മരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേരൊക്കെ പോയിട്ടുണ്ടാവും, ഇവിടെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മളതിന് അന്തം പറയും, ഈ വ്യക്തി പ്രായം വരെ കുറവാണെങ്കിൽ എന്ത് പറ്റി അറ്റാക്ക് വരാൻ കാരണം, ഇതൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോൾ നമ്മൾ കുറച്ചേ പറ്റും. നമ്മൾ ഫുഡ് നിങ്ങൾ അല്പം ഒന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. അപ്പോഴിനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുട്ട, കോഴിമുട്ട, താറാമുട്ട, വാങ്കോഴിമുട്ട, ഗിനിക്കോഴിമുട്ട, കാടമുട്ട, ഇങ്ങനെ മുട്ടകൾ പലതരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞക്കുരു കുറച്ച് ദിവസത്തേക്ക് കഴിക്കണ്ട. എന്തൊരു കുരു? മഞ്ഞക്കുരു. അറിയാമല്ലോ, അറിയാം. ഓക്കെ, എനിക്കറിയാം മഞ്ഞക്കുരു എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മഞ്ഞക്കുരുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞത്, മഞ്ഞക്കുരു കഴിക്കണ്ട, അത് കഴിക്കണ്ട, ഒഴിവായിക്കോളൂ. ഓക്കെ, പകരം വെള്ള കഴിക്കുക, മുട്ടയുടെ വെള്ള കഴിക്കുക, നല്ലതാണ്, പ്രോട്ടീനാണ്. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള കഴിക്കാം. ഓക്കെ, അപ്പോൾ മഞ്ഞക്കുരു ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ശ്രദ്ധിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇനി ആ ഒരു മരുന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔഷധം നമ്മൾ കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കേണ്ടത്. അത് ചോറിൻ്റെ കൂടെ, ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണം ഈ ഒരു ഔഷധം നിങ്ങൾ കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാരെങ്കിലും ചോദിക്കും, താഴെ കമൻറ്റ് ചോദിക്കും, ഇത് രാവിലെ കഴിക്കാമോ രാത്രി കഴിക്കാമോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് രാവിലെ രാത്രിയും കഴിക്കണമെങ്കിൽ അതിനുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ആദ്യം മരുന്ന് പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഔഷധം എന്ന് പറയുന്നത് വേറെ ചെറിയ ഒറ്റ മൂലികയാണ്, ഒരേ ഒരു മൂലികയേ ഉള്ളൂ. ആ മൂലികയാണ് ഒറ്റ മൂലി. ഓക്കെ, എന്താണ്? വെളുത്തുള്ളി, ഗാർലിക്. ഓക്കെ, അറിയാലോ ഗാർലിക്. അഥവാ ഇനി ഗാർലിക്, വെളുത്തുള്ളി അറിയാത്ത കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പം ഈ വീതമുള്ള തൊലി കളഞ്ഞ വെളുത്തുള്ളിയാണ്. ഈ അളവുള്ള ഒരു 5 വെളുത്തുള്ളി എടുക്കുക. ഈ അളവുള്ള 5 വെളുത്തുള്ളി എടുക്കുക. ഇതിനെ കുനുകുനാന്ന് അരിയുക. ഈ അറിയാലോ മറ്റേ സംഭവം ഉരച്ചാലും കുഴപ്പമില്ല, അരിഞ്ഞാലും കുഴപ്പമില്ല, ഉരച്ചാലും കുഴപ്പമില്ല, ഇത് ചതച്ച് മഷിവലാക്കിയാലും കുഴപ്പമില്ല. അരിഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾ കഴിക്കാനും ബുദ്ധിമുട്ടില്ല, കഴിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ തൊലി കളഞ്ഞെടുത്ത ഇതേപോലത്തെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലത്തെ 5 അല്ലി വെളുത്തുള്ളി എടുക്കുക. കുനുകുനാന്ന് അരിയുക. ചോറ് കഴിക്കുമ്പോൾ അതിലിങ്ങനെ വിതറുക, കഴിക്കുക. ഇത് തന്നെ ഔഷധം നിങ്ങൾ കഴിച്ചു നോക്ക്. ഇത് വെറുതെ പറയുന്നൊന്നുമില്ല. നിങ്ങൾ ഒറ്റ ദിവസം കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം, കൊളസ്ട്രോൾ ഡൗൺ ആവും. മനസ്സിലല്ലേ? ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച മുടങ്ങാതെ കഴിക്കുക. എത്ര ദിവസം കഴിക്കണം? ഒരാഴ്ച. ഓക്കെ, അപ്പോൾ ഒരാഴ്ച നിങ്ങൾ ഇതേപോലെ തന്നെ മുടങ്ങാതെ കഴിച്ചു കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ എന്ന സാധനം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറിയിരിക്കും, അത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔഷധം കഴിക്കുന്ന പാട്ട് കൊളസ്ട്രോൾ അത് നോക്കുക. ഈ ഔഷധം ഒരാഴ്ച കഴിഞ്ഞ ശേഷം പോയി നോക്കുക, എങ്ങനെയുണ്ടോ നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കേൾക്കുമ്പോൾ സിമ്പിളാണ്, വെരി പവർഫുൾ മരുന്നാണിത്. നിങ്ങൾ കഴിച്ച് നോക്ക്. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഇനി ഉച്ചയ്ക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല, ചില ആൾക്കാർ പറയും ഉച്ചയ്ക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3 വെളുത്തുള്ളി. ചില ആൾക്കാർ പറയും എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, രാവിലെ കഴിച്ചോളാം. ഭയങ്കര വാശി പിടിച്ച ആൾക്കാരൊക്കെയാണ്, എനിക്കറിയാം. ഓക്കെ, അങ്ങനെ വാശിയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ രാവിലത്തെ ഫുഡിലൂടെ നിങ്ങൾ ഒരു 3 വെളുത്തുള്ളി, അതിൽ കൂടുതൽ കഴിക്കണ്ട, ഒരു 3 എണ്ണം നിങ്ങൾ കഴിച്ചു കൊടുക്കുക. ഓക്കെ, അഥവാ രാത്രിയാണെങ്കിലും കുഴപ്പമില്ല, ഒരു 3 എണ്ണം കഴിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? 3 അല്ലി വെളുത്തുള്ളി നൈസായി കഴിച്ചു കൊടുക്കുക. ഉച്ചയ്ക്കാണെങ്കിൽ മാത്രം 5 എണ്ണം. അപ്പോൾ മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോഴേ മരുന്ന് ചെയ്യുമല്ലോ. കിടില മരുന്ന്, സൂപ്പർ മരുന്നാണ്. ഇത് കേൾക്കാനാണ് സിമ്പിൾ, കിടില മരുന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായാലും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മരുന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, കൊളസ്ട്രോളൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെ ഉണ്ടാവും.
മനസ്സിലായാലേ അവർക്കൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ നമ്മളോട് പോയാൽ ഭയങ്കര സങ്കടമാണ് നമുക്ക്, നിങ്ങൾക്കറിയാം, ഞാൻ പറയാറിയാം. കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ തന്നെ ഇതേപോലെ തന്നെ കൊളസ്ട്രോൾ ആയിരുന്നു, പുള്ളി ശ്രദ്ധിച്ചില്ല, അറ്റാക്ക് ഒന്ന് പോയി, സുഖം ഉറക്കത്തിൽ പോയി, മനസ്സിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആയി കൊടുക്കുക. എല്ലാവരും അറിയട്ടെ ഈ മരുന്ന്, സിമ്പിൾ മരുന്നല്ലേ, ഇഞ്ചക്ഷൻ വയ്ക്കേണ്ട, ഗുളിക കഴിക്കേണ്ട, ഒന്നും വേണ്ട, ഈ മരുന്ന് കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞ നല്ല അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, എന്നാൽ ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.